നമസ്കാരം. കേരളവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിൽ നമുക്ക് ധാരാളം എഴുത്തുകാരുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ എഴുതുന്ന മലയാളികൾ വളരെ ചുരുക്കമാണ്. അതിലൊരാളാണ് തരുൺ ജെയിംസ് ജിമാനി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്ക് കഫ്സിറപ്പ് സെറിയലിസം എന്ന ഒറ്റ ബുക്ക് കൊണ്ട് തന്നെ ലോകത്താകമാനം അറിയപ്പെട്ട തരുണാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കേരളവിഷൻ പ്രേക്ഷകർക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം തരുൺ. കഫ്സിറപ്പ് സെറിയലിസം എന്താ പറയുക, ഒരു റിയലി ഇന്നോവേറ്റീവ് ടൈറ്റിൽ. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ആരാണ് തരുൺ? പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ആരാണ് ഈ തരുൺ. പക്ഷേ അവർക്ക് ഫെമിലിയറായി വരുന്നേ ഉള്ളൂ തരുണിനെക്കുറിച്ച്. എന്താണ് തരുൺ? ഒരു മലയാളിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇംഗ്ലീഷിൽ താങ്കളൊരു ഒരു ബെസ്റ്റ് സെല്ലർ എഴുതിയും കഴിഞ്ഞു. എങ്ങനെ തരുൺ, ആരാണ് തരുൺ? പറഞ്ഞ പോലെ അപേക്ഷ പറഞ്ഞ പോലെ ഞാൻ മലയാളിയാണ്. ഞാൻ ഒറിജിനലി തിരുവനന്തപുരത്ത് നിന്നാണ്. സ്കൂൾ ഫിനിഷ് ട്രിവാൻഡ്രത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ലോയല കോളേജ് ഇൻ ചെന്നൈ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലാസ്ഗോയിലായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ് മൈ MA എക്കണോമിക്സ്. അത് കഴിഞ്ഞിട്ട് കുറേ ട്രാവൽ ചെയ്തു. ബേസിക്കലി I've lived and worked in UK and Singapore. I'm currently based in Bombay. So ഞാൻ മലയാളിയാണ്. I'm very much a മലയാളി. പക്ഷേ I like to think of myself as a sort of global citizen. അതെ. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു ഒത്തിരി സഞ്ചരിച്ചു. ഒരു സീരിയൽ ഇമിഗ്രൻ്റ് എന്ന് താങ്കളെ പറ്റി ആരൊക്കെയോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ ഒരു കോയിൻ ചെയ്ത ഒരു ടേം ആണെന്ന് പറയാം. സീരിയൽ ഞാൻ വായിച്ചു, താങ്കളെ പറ്റി പലതും വായിച്ചു. ഇമിഗ്രന്റ് അതൊരു കാരണം വേറൊന്നും അല്ല, സ്ഥലത്തും നിൽക്കില്ല, ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലം നിന്ന് ഉറക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഒരു വർഷം കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷമൊക്കെ ആണ് ലിമിറ്റ്. അത് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് വേണം. അപ്പം ദാറ്റ്സ് ഓൾസോ വൺ റീസൺ വൈ ഞാൻ ഒത്തിരി I've been living and working in different places over the last 10 years. In fact, സ്കൂള് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുക അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുനിന്നും ഒരു 1-2 വർഷമൊക്കെ ആകുമ്പോൾ അടുത്ത സിറ്റിയിലേക്ക് കടക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ റൈറ്റേഴ്സും they love to travel. താങ്കളും അതുപോലെയാണ്. പക്ഷേ ഒരു യാത്രയിൽ ഒരു റൈറ്റർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ബുക്ക് ഒരു ബർത്ത് ടു എ ബുക്ക്. ഈ കഫ്സിറപ്പ് സെറിയലിസത്തിന് താങ്കൾക്ക് എത്രമാത്രം ഈ യാത്രകൾ, താങ്കളുടെ പല നാടുകൾ ചുറ്റിയുള്ളൊരു യാത്രകൾക്ക് എത്രമാത്രം ഗുണം ആയിട്ടുണ്ട്? സോ കഫ്സിറപ്പ് സെറിയലിസം ഈ നോവൽ ചെന്നൈയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്നൈയിലാണ് കോളേജ് പഠിച്ചത്, വിച്ച് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. പക്ഷേ ഐ വിൽ ഓൾസോ സേ ദിസ്, ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. യാത്ര ചെയ്യുന്നത് എനിക്കും വലിയ താല്പര്യമാണ് ആൻഡ് ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഈ ബുക്ക് ഇൻ പെർട്ടിക്കുലർ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഐഡിയ വാസ് എ സോർട്ട് ഓഫ് ഇന്റർനെറ്റ് സിറ്റിസൺ. നമ്മളെല്ലാവരും ഏകദേശം ആ രീതിയിലേക്ക് ആയി തുടങ്ങി. എന്താ പറയുക, ഒരു കറന്റ് യൂത്ത്. അതെ. ആൻഡ് എസ്പെഷ്യലി ഇത് 2005-2006 കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇതിന്റെ ലീഡ് ക്യാരക്ടേഴ്സ്. അപ്പൊ അവര് പ്രത്യേകിച്ചും ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ്, സോ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സോ മെനി ഇൻഫ്ലുവൻസസ്. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ജീവിച്ചാലും എവിടെ ജീവിച്ചാലും തന്നെ എനിക്കിതെല്ലാം ആക്സസ് ഉണ്ട് ഇപ്പം. സോ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് എഴുതിയിരിക്കുന്നത്. ഈവൻ ദോ ഇറ്റ്സ് സെറ്റ് ഇൻ ചെന്നൈ, ഇറ്റ്സ് അബൌട്ട് എ മലയാളി ബോയ് ആദ്യമായിട്ട് വീട്ടിന്റെ ഒരു സുഗതി എന്നൊക്കെ മാറി എന്നാൽ സ്വാതന്ത്ര്യമുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ആൻഡ് ഈസ് ട്രൈയിങ് ടു ഫൈൻഡ് ഹിസ് സ്പോട്ട് അണ്ടർ ദ സൺ. ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആണ് ഇതിന്റെ മെയിൻ. ഇതിന്റെ ലീഡ് ക്യാരക്ടറെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അതെ. സോ അപ്പം ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇതിലെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് തീർച്ചയായും കൾച്ചറൽ ഐഡന്റിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ കൾച്ചറൽ ഐഡന്റിറ്റി ഓഫ് എ മലയാളി ബോയ് who has gone to a metro, a city for the first time, and he's just trying to find something in common with the people he interacts with. ഈ സാധാരണ എഴുത്തുകാരൊക്കെ സാധാരണയായിട്ട് അവരുടെ പാസ്റ്റ്, അവരുടെ കുട്ടിക്കാലം, പണ്ടത്തെ ഒരു ട്രഡീഷൻ, അതൊക്കെയാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടാകുന്ന ഒരു എന്താ പറയുക പോപ്പപ്പ് കൾച്ചർ അല്ലേ, അത് ആരും ബുക്കിലേക്ക് കൊണ്ടുവരാറില്ല. അതിലും താങ്കൾ ഒരു എക്സെപ്ഷനാണ്.
What do you feel? Thank you. And that was what I was trying to do. അഭിഷ് പറഞ്ഞ പോലെ നമുക്ക് മലയാളികൾ എഴുതുമ്പോഴും ഒത്തിരി ബാക്ക് ടു ചൈൽഡ്ഹുഡ് കഥകളാണ്. അപ്പം ഞാൻ ഒത്തിരി വായിക്കുന്ന ആളാണ്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് മെനി ഇന്ത്യൻ നോവൽസ് ഒരു റിയലിസ്റ്റിക്കലി ഈ ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബുക്ക് ഞാൻ അധികം കണ്ടിട്ടില്ല. ആൻഡ് ഞാനൊരു സത്യം പറയാം, ഞാൻ ആക്ച്വലി അത്ര ടെക്നോളജിക്കലി സാവി അല്ല. എൻ്റെ ഫോൺ ഇപ്പോഴും ഒരു പഴയ സാംസങ് ഫോണാണ്. പക്ഷേ ഞാൻ ഇതിൽ വളരെ ഐ എം വെരി ഫാസിനേറ്റഡ് ബൈ വാട്ട് ദി ഇന്റർനെറ്റ് കെൻ ഡു. ആൻഡ് ഐ ഹാവ് nephews and nieces, I have younger siblings. അപ്പം it's been very fascinating for me to watch this. I think I'm 29. So I'm probably one of the first generations. Internet, broadband, common eye, cable TV is, normal. So ഞങ്ങൾക്കിത് ആ impact, we saw it from both sides. But if you look at people, say 5 years younger than me, അവരുടെ reality തന്നെ വളരെ വ്യത്യസ്തമാണ്. A lot of their private life tends to be lived out on the internet, or at least in public. You go to a place and you've checked in on Foursquare, or you're making plans, so you tag everyone on Facebook and say who's coming out tonight, right? So അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ഇപ്പം. So that is what I was trying to do. So like you said, ഞാൻ കുറച്ച് നെറേറ്റീവ് ഡിവൈസസ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ചില കഥയുടെ പ്രോഗ്രഷൻ ഒരു സ്റ്റേറ്റസ് അപ്ഡേറ്റിൽ കൂടെ ആയിരിക്കും, ഫേസ്ബുക്ക് സ്റ്റേറ്റസ് അപ്ഡേറ്റിൽ കൂടെ ആയിരിക്കും. ആൻഡ് ഈ പ്രൊട്ടാഗണിസ്റ്റ്, ദിസ് ലീഡ് ക്യാരക്ടർ, പുള്ളിയും ഒരു എഴുതുന്ന ആളാണ്. ആൻഡ് ഹീ ഈസ് ദ നെറേറ്റർ ഓൾസോ. അപ്പം ഇടയ്ക്ക് വെച്ച് പുള്ളി നോവൽ കഥ പറയുന്ന ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇട്ട് പുള്ളി ഒരു ബ്ലോഗ് എഴുതുന്ന പോലെ ഒരു സെൽഫ് ഇൻഡൾജന്റ് ഒരു ഇതിലേക്കൊക്കെ പോകും. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇപ്പം കണ്ടംപററി ലിറ്ററേച്ചറിലും ആ ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ദ ഫ്രീഡം ദാറ്റ് ദി ഇന്റർനെറ്റ് ഗിവ്സ് യു ടു എക്സ്പ്രസ് യുവർ സെൽഫ്. So, when you write a book, you kind of take that freedom for granted. You don't really know how much of this is extremely compact and vital to the book. But it is how we express things now. So I thought that is important. അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് narrative devices ഉപയോഗിച്ചിട്ടുണ്ട്, Facebook and blogs, Twitter. ഓക്കെ. സോ തരുൺ ഇഷ്ടപ്പെടുന്നത് ഒരു കോണ്ടംപററി ലൈഫാണ്, മോർ ദാൻ ഒരു ട്രഡീഷണൽ ലൈഫ് അല്ലേ? കാരണം ഒരുമാതിരിപ്പെട്ട എഴുത്തുകാരൊക്കെ പഴയ അവരുടെ കാലഘട്ടവും അതിനൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ, ഒരുപക്ഷെ താങ്കളുടെ തന്നെ ചൈൽഡ്ഹുഡ് ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ, പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ. അപ്പം അതിനേക്കാളേറെ തരുൺ ഇഷ്ടപ്പെടുന്നത് ഇന്നത്തെ ആ ഒരു സ്പീഡി സൈബർ കോണ്ടംപററി ലൈഫാണ്. അപ്പം ഇതിലൊരു ചെറിയൊരു ഡൈക്കോട്ടമി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വളരെ ഒരു ടെക്നോളജിക്കലി ഒരു ഫോർവേഡ് പേഴ്സൺ അല്ല. At the same time, പക്ഷെ അങ്ങനെ എഴുതാൻ കഴിയുന്നുണ്ട്. I am very fascinated by it. Okay. And you're right about one thing. I need to be in a city. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് വേറെ എവിടെയും കുറച്ച് നാളൊക്കെ നമുക്ക് ജീവിക്കാം, പക്ഷെ നോട്ട് മോർ ദാൻ എ 2-week holiday. I like cities and I like our urban culture which brings together so many things. I'm living in Bombay right now. It is so different from Chennai, for example, because it's so much more an immigrant city. I think എനിക്കൊരു എൻ്റെ ഒരു 10 ക്ലോസ് ഫ്രണ്ട്സ് എടുത്താൽ പ്രോബ്ലി 2 പേരായിരിക്കും like originally from Bombay. Most of them are people who've come there. That is something that excites me about cities. ഇത്രയും cultures എങ്ങനെ coexist ചെയ്യും, and what do you find in common? നമുക്ക് relate ചെയ്യണ്ടേ ആൾക്കാരുമായി. That is something that interests me. ആ രീതിയിൽ yes, I like contemporary things and I like urban things. Because of this mingling of cultures. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കഫ്സിറപ്പ് സറിയലിസം ഒരു ഇന്നോവേറ്റീവ് ടിപ്പിക്കൽ വേർഡ്. ഒരു ബുക്ക് ഫസ്റ്റ് നമ്മളൊരു ഡെബ്യൂട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു, അതിൻ്റെ ടൈറ്റിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഓൺ യുവർ കൺസേൺ, ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇസ് കഫ്സിറപ്പ് സറിയലിസം ടു യുവർ expression to my idea of course, my vision. So ഞാൻ പറഞ്ഞല്ലോ, the story is about a group of young people. എല്ലാവരും ആദ്യമായിട്ട് കോളേജ് പഠിക്കാൻ വേണ്ടി ഒരു പുതിയ സിറ്റിയിലേക്ക് പോകുന്ന പിള്ളേരാണ്. അപ്പൊ എന്റെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഞാനിത് തിരിച്ച് കോളേജിലെ സമയത്തിലേക്ക് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ആദ്യമായിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കുന്നു, ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്നു, റെന്റ് അടയ്ക്കുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം
ഇതൊക്കെ വളരെ അഡൾട്ട് റെസ്പോൺസിബിലിറ്റീസ് ആണ്. മൈ പേരൻസ് ആർ ഞങ്ങളെല്ലാവരും മിഡിൽ ക്ലാസ് ഓർ അപ്പർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആൾക്കാർ. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസ് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. Exactly, these things always got taken care of. And suddenly we are responsible, we are adults, and at the same time, how adult are you at 17 or 18 years old? You're a kid. അപ്പം ആ ഒരു പ്രോസസ് ഇല്ലേ, ചിൽഡ്രൻ ട്രൈയിങ് ടു ബി ഗ്രോൺ അപ്പ്, ഞാൻ അതാണ് ഈ ടൈറ്റിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആൻഡ് അതിന്റെ റെഫറൻസ് പോയിന്റ് വേറെ ഒന്നുമല്ല, തീരെ നമ്മൾ വളരെ ചെറുപ്പത്തില് വലിയ പനിയോ ചുമയൊക്കെ വരുമ്പോ ഓർക്കുന്നു ഈ ഫെപ്പാനിൽ നിന്നൊരു മരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള ഒരു കോഫ് സിറപ്പ് 2-3 സ്പൂൺ എക്സ്ട്രാ അറിയാതെ ചിലപ്പോ അടിച്ചു പോകും, വലിയ പനിയാണെന്നൊക്കെ വിചാരിച്ച്. പിന്നെ ഒരു 10 മിനിറ്റ് ഒരു കിടപ്പില്ലേ, നമ്മള് അത്ര നമ്മൾ സോബർ അല്ല, നമ്മൾ കോൺഷ്യസ് അല്ല, എന്നാൽ unconscious അല്ല. We're not unconscious. I feel that is a sort of a surrealistic situation. Because ഒത്തിരി കളർ ഉണ്ട്, sometimes visual hallucinations ഉണ്ട്, നമ്മുടെ മനസ്സാണെങ്കിലും it keeps skipping. So എന്നെ സംബന്ധിച്ചിടത്തോളം I thought that is kind of representative of these young adults trying to be grown-ups in a new city. Because suddenly നമ്മുടെ access to the mind is so much more. നമുക്ക് we have access to the so many things as part of our mind, but also resources, pocket money, freedom. So our രീതിയിൽ we have access to a bigger and adult world. At the same time ഉള്ളിൽ നമ്മൾ ഇപ്പോഴും പിള്ളേരാ, and we're trying to deal with it. Okay. So അതാണ് ഞാൻ ഈ ടൈറ്റിൽ. ഈ ബുക്കിലൂടെ ഒരു പക്ഷേ ഞാൻ പോയപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഇത് പിന്നെ എന്താ പറയുക, ഡ്രഗ്സ്, വയലൻസ്, ഡ്രഗ്സ്, സെക്സ്, അതിൻ്റെയൊക്കെ ഒത്തിരി ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഓഫ് കോഴ്സ് യു ആർ എന്താ പറയുക, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ, അത് അവരുടെ ഒരു ഇതായിരിക്കാം. എന്താണ് അതിൻ്റെയൊക്കെ ആവശ്യം ഒരു നോവലിനകത്ത് ഉണ്ടായിരുന്നു ശരിക്കും? ഒരു പക്ഷേ താങ്കളുടെ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ അതൊക്കെ വേണ്ടിയിരുന്നോ? എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരവും ഇതിന്റെയൊക്കെ ആവശ്യം ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? So I thought, as far as I was concerned, this is what these people do. And നമ്മൾ ഇതിന്ന് കണ്ണടച്ചിരിക്കുന്നതിലും അർത്ഥമില്ല. ഒരുപക്ഷെ ശരിയാണ്, കാരണം യങ്സ്റ്റേഴ്സിന് അത് ഡൈജസ്റ്റ് ചെയ്യും, കാരണം അതൊക്കെ ഉള്ളതാണ്. പക്ഷെ കുറച്ച് എൽഡേഴ്സ് ആയിട്ടുള്ളവർ അവർ തോന്നും ഇതെങ്ങനെയാണോ, ഒരുപക്ഷെ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി താങ്കൾ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊലിമയ്ക്ക് വേണ്ടി താങ്കൾ എഴുതി കൂട്ടിയതാണെന്ന് വേണമെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് റിയലിസ്റ്റിക്, അവരങ്ങനെ ചിന്തിക്കാം. താങ്ക് യു. അത് ചോദിച്ചത് എനിക്ക് വളരെ ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്, ബിക്കോസ് പറഞ്ഞത് ശരിയാണ്. ദാർ ഈസ് എ ലോട്ട് ഓഫ് ഡ്രഗ് യൂസ്. ഇൻഫാക്ട് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് അവരൊരു കോൺഷ്യസ് ആയിട്ട് അവർ തീരുമാനം എടുത്ത് they decide one day that they would like to get addicted to something, to anything. എന്ന് പറഞ്ഞ ഒരു തീരുമാനം പോലെ എടുത്ത് they decide to get addicted on a drug called heroin. Not even heroin actually, the cheap, the street form of heroin. It's called smack in slang terms. That is what they decide to get hooked on. അപ്പം അഭിഷ് ചോദിച്ച പോലെ ഇത് ചുമ്മാ ഒരു പ്രൊമോഷന് വേണ്ടിയാണോ അതോ ഇത് ഡ്രഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യുവാണോ? They're both very relevant questions. അപ്പം ഞാൻ ഇതിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, I don't think of this book as purely about drug addiction, but as about 21st centuryയിൽ എൻ്റെ ജനറേഷനും ഉണ്ട്, ബട്ട് യങ്ങർ പീപ്പിൾ എസ്പെഷ്യലി ഒരു ജനറൽ ഒരു ഡിസില്യൂഷൻമെന്റ് കാണാനുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊരു വലിയ ദാരിദ്ര്യമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കോളേജ് കഴിഞ്ഞു, പ്രോബബ്ലി നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് റെക്കമെൻഡ്, we have enough people to get us into a good job, financially secure ആണ്. അപ്പം at some point in your early 20s or maybe even just before that, നമുക്കൊരു there is this point where you think ഇത്രയൊക്കെ ഉള്ളൂ, is there nothing else to sort of be passionate about? Surely even writing or art, so you can be an accountant and be passionate about accounts, I'm sure. പക്ഷേ ആ ഒരു പ്രായത്തില് that need to feel passionate about something, just to be obsessed with anything, അത് വളരെ ഒരു teenage phenomenon ആണ് എന്നോട്, in my opinion. So
അതാണ്, that is what I wanted to bring out first of all. അതുകൊണ്ടാണ് തോന്നുന്നത് ആ ഒരു 90s കിഡ്സ് താങ്കൾ യെസ് ഒരു ടിപ്പിക്കൽ ടേം ആയിരുന്നു. Very much. I mean, I am also a 90s child. You know, 1984 ആണ് ഞാൻ. I'm a little older. 86, 88 തൊട്ട് അങ്ങോട്ട് ജനിച്ചവരെല്ലാവരും 90s children ആയിട്ടാണ് പറയുന്നത്, because they grew up in the 90s. അപ്പം ഈ ബുക്കിലെ ക്യാരക്ടേഴ്സും അവര് 90s പോപ്പുലർ കൾച്ചർ, പോപ്പ് കൾച്ചറിനോട് ഒത്തിരി ആരാധനയുള്ള ആൾക്കാരാണ്. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ മ്യൂസിക്. അതും നമ്മുടെ US സിയാറ്റിലെ ഒരു ഗ്രഞ്ച് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ജോണർ തന്നെ ഉണ്ടായിരുന്നു ഏർലി 90s. അത് പേര് കേട്ടാലേ അറിയാം, ഗ്രഞ്ച്. ഇറ്റ്സ് എ ഡേർട്ടി സൗണ്ട്, ഗിറ്റാറൊക്കെ ഒന്നും നല്ല ഭയങ്കര പ്രൊഡ്യൂസ്ഡ് അല്ല. And the lyrics are deal with depression, with existential crisis, with self-loathing. അപ്പം ഇതൊരു മേ ബി ആ സമയത്തെ അമേരിക്കനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. ഏർലി 90s IT boom, Seattle was a center. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം when I pass out of school in 2002, എനിക്കപ്പോഴാണ് ഇത് തട്ടുന്നത്. Even though I grew up listening to it when I was a kid, എനിക്കപ്പോഴാണ് ഈ തീമാറ്റിക് അതിന്റെ ഒരു സാധ്യത തട്ടുന്നത്. സോ ഐ തോട്ട് ഓക്കെ, വൈ നോട്ട്? ഈ പിള്ളേർ 90s വളർന്ന പിള്ളേരാണ്. I think it's very possible that your personality can be influenced by the pop culture that you adore. That can be music or movies or writing, whatever. But it affects you. So either a group of children of college students, they're very much into grunge music, into 90s music, 90s pop culture, and they're also sort of depressed people. The lead character is a depressive. He's a clinically depressed person. And so he's trying to deal with his depression through pop culture that also deals with depression. So that is why I chose the 90s. But that is only a sort of supplementary reason. The main reason is that I am a 90s child and I love 90s music. Pearl Jam, Alice in Chains, Nirvana. That's the ഒരു മ്യൂസിക് സീനായിരുന്നു. That is mainly why. ഇതിനകത്ത് ലീഡിങ് ക്യാരക്ടർ ചാളി ഒരു ടിപ്പിക്കൽ മലയാളിയാണ്, ഒരു സാധാരണക്കാരനായ മലയാളിയാണ്. അദ്ദേഹം ചെന്നൈയിലേക്ക് പഠിക്കാൻ വരുന്നു. എന്താണ് ഒരു മലയാളിയെ ഇതിനകത്ത് ഹീറോ ആക്കിയത്? ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ടിപ്പിക്കലി എന്തിനാണ് ഒരു മലയാളിയെ അങ്ങനെ ഒരു ഇത്? താങ്കൾ മലയാളി ആയതുകൊണ്ടാണോ അതോ എന്തുകൊണ്ടാണ് ഒരു മലയാളി ഒരു സ്റ്റുഡൻറ്റിനെ ഇതിൻ്റെ ഒരു ലീഡിങ് ക്യാരക്ടർ? ഷുവർ. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ചെന്നൈയിൽ കോളേജിൽ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഈ മല്ലു എന്നൊരു സംഭവം ഉണ്ട്. എനിക്ക് അതിനു മുമ്പ് അറിയില്ലായിരുന്നു. സോ ഇപ്പോഴും മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടേം മല്ലു ഇസ് നോട്ട് മലയാളി, but it is a non-Malayalis concept of what a Malayali must be like. Okay. Apam college cities it's a very commonly used. Can you explain how the others feel as Mallus? Sure. Apam basically Mallus obviously just derived from Malayali. Yeah. But the idea is, certain chala stereotypes immediately associated are when you say he is a Mallu. He pronounces his English in a funny way. കുറച്ച് stingy ആണ്, പിശുക്കാണ്. ഒരു നെഗറ്റീവ് ആസ്പെക്റ്റില യൂസ് ചെയ്യുന്നു തോന്നുന്നു അല്ലേ? കുറച്ച് നെഗറ്റീവ് പക്ക കളിയാക്കുന്ന രീതിയിൽ അല്ലേ? അതായത് ലൈക്ക് കളിയാക്കുന്ന രീതിയിലാണ് സില്ലി മല്ലൂസ്. എക്സാക്ട്ലി. അങ്ങനെ ഇപ്പൊ നമ്മളത് കുറച്ച് റീക്ലെയിം ചെയ്തിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഈ ഹിപ്പ് ഹോപ്പില് ഈ ബ്ലാക്ക് സിംഗേഴ്സ് ഇപ്പം അവര് നികർന്ന് അവരെ കുറിച്ച് പ്രൗഡായിട്ട് പറയുന്ന പോലെ അത്രയും അല്ലെങ്കിലും നമ്മൾ ഇപ്പം മലയാളീസ് have started referring to themselves as Mallus, and it is taken in a fun way and it is perfectly harmless and it's fine. But when I was in college, I was quite shocked that the fact that I am a Mallu makes me different. And I didn't know I was a Mallu. I thought I was a Malayali. That is one thing I wanted to bring in, because this is a Malayali guy in Chennai and he's dealing with people from other places also. What does being a Mallu mean? That is why I was interested. The second reason is because I don't think that Charlie is a typical Malayali, as you said. Pashe, Charlie Kuru ഒരു imaginary friend ഉണ്ട്, and his name is Mao. So ഞാൻ നോക്കുമ്പോൾ ഈ മാവോ ആണ് ചാർലിയുടെ മലയാളി ഐഡന്റിറ്റി. Okay. Mallu. His Malluness is this imaginary friend of his. ചാർലി എപ്പോഴെങ്കിലും മൂഡ് ഓഫ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഹീസ് ഡിപ്രസീവ് ആണ്, ഡിപ്രസ്ഡ് ഒരാളാണ്.
പുള്ളി മൂഡ് ഓഫ് ആവുകയാണ്, അല്ലെങ്കിൽ പുള്ളി ഒറ്റയ്ക്കാണെങ്കിൽ പുള്ളി മാവോനെ വിളിക്കും, മാവോവായിട്ടിരുന്ന് സംസാരിക്കും. സോ ആ ഒരു ഈ ഡ്യുവാലിറ്റി ഉണ്ടല്ലോ, അത് ഐ തിങ്ക് ആസ് എ മലയാളി ലിവിങ് അബ്രോഡ് ഓർ ലിവിങ് ഔട്ട്സൈഡ് കേരള, all Malayalis will have to face in your daily life. ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ എവിടെയാണെന്ന് വെച്ചാൽ you will have to put away your specific regional cultural identity for some time to become part of society and to be part of a whole. അല്ലേ? At the same time, നമ്മുടെ മനസ്സിന്റെ at the back of your head, we always have this Mallu person. ഞാൻ ചെറുപ്പത്തിലേക്ക് അത്രയും ഫീൽ ചെയ്തില്ല, but as I grow up, as I'm getting older, I can feel it even more. So that is the other reason I wanted to bring in that duality of, irrespective of where you're from, you can be from Punjab or Pakistan or Kerala, you will be that one person you are in society, and then you've got this other identity also, which might come out when you're with people from your place. Yes. അല്ലെങ്കിൽ it might come out നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്, but it's there and we carry around this other person with us. നമ്മൾ എല്ലാവരും in a way immigrants ആണ്. ഇപ്പം കേരളത്തിൽ നിന്നാണെങ്കിലും പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്കെങ്കിലും so many people are leaving. So it is something that happens to everybody, I feel. That was my intention. I found a lot of reviews, positive reviews in net and other places and papers and all. Sure. And also this Nitin Malik, Shashi Tharun, etc. ഒത്തിരി VIPs കമൻറ്റ് ചെയ്തിട്ടുണ്ട്. What do you feel for such a comments? Thank you. The reviews, I've been very fortunate. The reviews have been very favorable. പക്ഷേ this in particular, my ബുക്കിന്റെ കവറിൽ രണ്ട് quotes ഉണ്ട്. One is from Dr. Shashi Tharun and the other one is from Nitin Malik, who's the lead singer of Parikrama. Parikrama is one of our oldest rock bands. Yes. And ഇതില് ഈ ക്യാരക്ടേഴ്സ് ആണെങ്കിലും they are obsessed with music, and at some point, at one particular point, ഇവരൊരു ചെറിയൊരു ബാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. They have a rock band. So അതുകൊണ്ട് I thought I would like to ask Nitin, ഇത് എത്ര റിയലിസ്റ്റിക് ആണ്, ഇങ്ങനെയൊക്കെ തന്നെ ആണോ ഈ റോക്ക് സ്റ്റാർസിന്റെ ജീവിതം? I wanted to know, I genuinely wanted to know because I didn't know. So I had a common friend, I got in touch with him, he was extremely helpful. അങ്ങനെയാണ് he really liked it also. അങ്ങനെയാണ് നിതിൻ മാലിക്കിന്റെ കോട്ട് വന്നത്. Dr. Tharu's quote is a real blessing. I think I was in 10th or 11th or something. I read the great Indian novel, Tharu Sarande, and I'm a big fan of the book and of his writing in general. So my mother is an academic. She was a professor in University of Kerala. She's in Central University of Kerala. She's the Vice Chancellor. So I just asked her if we can maybe get in touch with Dr. Tharu somehow. And luckily he was extremely forthcoming and helpful. So in fact, I was in Delhi to promote the book, and I went in, I asked him if I can maybe meet him personally to give him a book, and he invited me to his house. Okay. And he's very supportive of young people trying to do something a little unconventional. I think his son is also trying to write a book at the moment. So he's been a sort of എന്താ പറയുക, I feel very fortunate to have got this because I'm a big fan of his writing. And a great Indian novel. ഒരു വലിയൊരു ലക്കിയായിട്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് കിട്ടാൻ വലിയൊരു ലക്കിയായിട്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അതിനുശേഷം യു വർക്ക് ഇൻ UK. ഓക്കെ. അപ്പം ഒരു സ്റ്റുഡൻറ്റ് ഒരു വർക്ക്, അതിനുശേഷം ഇറ്റ്സ് എ ട്രാൻസിഷൻ ടു എ റൈറ്റർ അല്ലേ, പെട്ടെന്നായിരുന്നു ഒരു റൈറ്റർ സ്ഥാനത്ത്, റൈറ്ററിൻ്റെ ഒരു രംഗത്തേക്ക് വന്നത്. വാട്ട് ഇസ് ഹൗ ഇസ് ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? ഷുവർ. അപ്പം ഞാൻ ആക്ച്വലി when I was in UK at least, I was working in financial services, in insurance underwriting actually. So ഞാൻ മടുത്തായിരുന്നു, എനിക്ക് പറ്റുന്ന ഫീൽഡല്ല. ഞാൻ ചെറുപ്പത്തിലേ എഴുതുമായിരുന്നു, ഒത്തിരി വായിക്കുകയും ചെയ്യും. And I always felt റൈറ്റിങ്ങിലാണ് അൾട്ടിമേറ്റ്ലി എൻ്റെ അപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നി. But I was quite young and it's a scary thing to do. So anyway, I left UK, then I went to Singapore. I was in Singapore for a year, which is when I decided I'm old enough to make a decision for myself. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നതിലും അർത്ഥമില്ല. അങ്ങനെ I just sent this novel to my publisher, to an agent actually. He got me a deal straight away. So I thought, ഇത്രയും പെട്ടെന്ന് നടക്കുന്ന സ്ഥിതിക്ക് I thought, okay, let me just come back to India and see what happens. അങ്ങനെ ഞാൻ തിരിച്ചു. So I had already had a contract in place when I came back. Then I just sort of spent a year traveling around India കുറച്ച്. And ആ ജേർണി പറഞ്ഞില്ലേ, so
it's obviously, it sounds great and I'm very happy it happened. But writing is just the tip of the iceberg, you know. Once your book comes out, then അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, ഇറ്റ് ഈസ് ഹാപ്പൻസ് അല്ലേ? അതെ. അപ്പം ഇതിൻ്റെ പബ്ലിഷേഴ്സ് ഫിംഗർ പ്രിൻറ്റ് ഇറ്റ്സ് വൺ ഓഫ് ദ ലീഡിങ് പബ്ലിഷേഴ്സ് ഇൻ ഇന്ത്യ. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഡിഫറെന്റ് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന. അവർ വളരെ നീഷ് ടോപ്പിക്സ് ആണ് സാധാരണ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ they are an imprint of Prakash Books, so they're a very sort of old and big distributor, Prakash Books. Sorry, what was your question? Yes, of course. ഈ ഒരു ലീഡിംഗ് പബ്ലിഷേഴ്സ്, how you reached to this fingerprint publishers? അതാ ഞാൻ പറഞ്ഞത്. So I actually contacted an agent who is, I think, the leading agent in India, Kanishka Gupta. So he read my book and he liked it. Pulli ordane then he emailed me and he got in touch with these people. I think it took 2 or 3 days. He had an offer on the table. So ഞാൻ direct ആയിട്ടല്ല പോയത്, I went through an agent. ഓക്കെ തരുൺ, ഇതിപ്പം ഡെലിവർ ആയിട്ട് കുറേ നാളായി അല്ലേ? മന്ത്സ്, ജൂണിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഷുവർ. അപ്പം I'm sure you know this actually, പക്ഷേ നമ്മുടെ ഒത്തിരി ബുക്സ് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്പം ലാക്സ് ആണ് if it's being published up north. So we managed to tie up. മാത്രമല്ല, മലയാളത്തിൽ അങ്ങനെ ഒരു നല്ലൊരു പബ്ലിഷേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് പാടാണ്. It's very quite difficult. Yeah, I mean, I don't think, I think I've been very lucky actually. എൻ്റെ ബുക്ക് കേരളയിലെ distribution ഏറ്റെടുത്തിരിക്കുന്നത് DC Books ആണ്. So who are obviously one of the leading one. Yeah. So my book is now available in, I think, all DC bookstores in Kerala as of last week. പക്ഷെ ഞങ്ങൾ പതുക്കെയാണ് കേരളയിലേക്ക് എത്തിയത് actually, because like you said, it took a while ഒരു നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ. പക്ഷെ yeah, now it's available everywhere in Kerala also. It's available through DC Books. Okay. എന്താണ് ഇനി കറന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഇത് എന്താ ഒരു റൈറ്റിംഗ് വേയിലൂടെ തന്നെ പോകാനാണോ, അതോ താങ്കളുടെ സ്വഭാവം പോലെ ഇത് കുറച്ച് കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോകും? ചാൻസ് ഉണ്ട്. പ്രോജക്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ റൈറ്റ് നൗ വാട്ട് ഐ ആം ഡൂയിങ് ഇസ്, സോ ഐ ആം ആക്ച്വലി റൈറ്റിംഗ് മൈ സെക്കൻഡ് നോവൽ, which will also be published by Fingerprint. So same publisher. They sort of offered me a they may impressed. I think they're happy. So yeah, so they've offered me a sort of contract which is due, I think, by the end of the year, my second novel. Adallade I'm also working on a ചെറിയ ഒരു independent film project, which is just with a few friends as of now. We haven't decided what the plan is, but I'm just writing the script. ഇതാണ് right now all the varieties. അപ്പോൾ ഇത്രയും സമയം കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി വിലപ്പെട്ട കുറച്ച് സമയം തരുൺ ജെയിംസ് ജിമാനി നമുക്ക് വേണ്ടി എന്താ പറയുക, നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ബുക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. ഒരുപക്ഷെ ഏറ്റവും മലയാളത്തിൽ ഇറങ്ങിയ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ബുക്കുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് തരുണിൻ്റേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വരും വഴികളിൽ ഇനി കൂടുതൽ നല്ല ബുക്കുകൾ ഉണ്ടാവട്ടെ, ഒത്തിരി നല്ല പ്രോജക്ട്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. ഒപ്പം തരുണിന് എല്ലാവരുടെ പ്രേക്ഷകരുടെ പേരിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു തരുൺ. താങ്ക് യു.